ഓൺലൈൻ ടാക്സി സമരം അവസാനിപ്പിക്കുന്നതായി സംയുക്ത സമരസമിതി. റാപ്പിഡോ, കേരള സഫാരി എന്നിവർ നിരക്ക് കൂട്ടിയതിനെ തുടർന്നാണ് തീരുമാനം. നിരക്ക് കൂട്ടുന്നതിൽ യൂബർ 8 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് സമരം അവസാനിച്ചത്. അരുൺ ശങ്കറുടെ വിവരങ്ങളുമായി. അരുൺ ശങ്കർ, ചില സ്ഥാപനങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ഇപ്പോൾ നിരക്ക് കൂട്ടിയിട്ടുള്ളത്. 8 ദിവസത്തെ സമയം യൂബർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണല്ലോ ഈ സമരം അവസാനിപ്പിച്ചത്. എന്താണ് ഈ സമരക്കാർ പറയുന്നത്? വിശദവിവരങ്ങൾ എന്താണ്? അടുത്ത കാലത്ത് ഉണ്ടായ ഇന്ധനവില വർധനവിൻ്റെ ആനുപാതികമായിട്ട് നിരക്കുകൾ വർധനവ് വരുത്താത്തത് ഡ്രൈവർമാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓൺലൈൻ ടാക്സി രംഗത്തെ ഡ്രൈവർമാർ സമരത്തിന് ഇറങ്ങിയത്. ഇന്ന് ഈ സമരത്തിന് 5ാം ദിവസമാണ്. പക്ഷേ സമരം ഇപ്പോൾ സംയുക്ത സമരസമിതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് റാപ്പിഡോ, കേരള സഫാരി എന്നീ ആപ്പുകളുടെ പ്രതിനിധികൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഊബറാണ് ഈ മേഖലയിലെ ശക്തമായ സാന്നിധ്യം. ഊബർ 8 ദിവസത്തെ സമയമാണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കമ്പനികൾ അനുകൂലമായ നിലപാടെടുത്ത പശ്ചാത്തലത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ AITUCയുടെ സംഘടന ഭാഗികമായിട്ട് മാത്രമാണ് സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് നിരക്ക് വർദ്ധിപ്പിച്ച റാപ്പിഡോ, സഫാരി, കേരള സഫാരി തുടങ്ങിയ ആപ്പുകൾ അധിഷ്ഠിതമായിട്ടുള്ള സേവനങ്ങൾ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഊബറിൻ്റെ കാര്യത്തിൽ സമരം തുടരുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. കാരണം സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടൊരു പരിഹാരം കാണണം. അതുവരെ സമരം തുടരുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റ് 2 ആപ്പുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള സേവനങ്ങൾ എല്ലാവരും തുടരും. പക്ഷേ ഈ AITUC നേതൃത്വം നൽകുന്ന സംഘടന ഊബറിനെയും ഓലയും ബഹിഷ്കരിക്കാൻ തന്നെയാണ് തീരുമാനം. ശരി.